ഞാൻ ഒരിക്കലും ജൈവവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്റെ സഹോദരൻ APKS ജൈവമരുന്ന് ശുപാർശ ചെയ്തു. അതിനാൽ ഞാൻ 7 മാസമായി ഇത് ഉപയോഗിക്കുന്നു. മറ്റു വളങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് 10,000 രൂപ ചിലവാകും. പക്ഷേ ഇത് 3,000 രൂപ മാത്രമാണ്. 8 കിലോയും 10 കിലോയും 2 മുതൽ 3 കിലോ വരെ കൂടുതലാണ്. ഞങ്ങൾക്ക് മാത്രമേ പ്രയോജനം ലഭിക്കൂ. 5 വർഷത്തിനുള്ളിൽ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ഈ രീതി നല്ലതാണ്. ഈ മരുന്ന് നനച്ചതിനുശേഷം ഉപയോഗിക്കണം. എല്ലാവരും ജൈവമരുന്നുകളിലേക്ക് മാറണം. വിളവും കുറവാണ്. എന്റെ പേര് ബാലാജി. ഞാൻ കൃഷ്ണഗിരി ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാൻ 20 വർഷമായി കൃഷി ചെയ്യുന്നു. ഞാൻ 5 വർഷമായി വാഴ കൃഷി ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ജൈവമരുന്ന് ഉപയോഗിച്ചിട്ടില്ല. എന്റെ സഹോദരൻ APKS ജൈവമരുന്ന് ശുപാർശ ചെയ്തു. ഞാൻ അവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ ആദ്യം എന്നോട് അഭിമാൻ ഉപയോഗിക്കാൻ പറഞ്ഞു. 30 ദിവസത്തിലൊരിക്കൽ വേരുകൾ നനച്ചതിനുശേഷം ഉപയോഗിക്കാൻ അവർ എന്നോട് പറഞ്ഞു. അതിനാൽ ഞാൻ അത് അനുസരിച്ച് ഉപയോഗിച്ചു. അടുത്തതായി അവർ എന്നോട് ഓർബിക്സ് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ 30 ദിവസത്തിലൊരിക്കൽ തുടർച്ചയായി ഉപയോഗിച്ചു. ടാർ വന്നിട്ടുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ എന്നോട് FL77 ഉപയോഗിക്കാൻ പറഞ്ഞു. വിള നന്നായി വന്നു. മറ്റു വളങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 10,000 രൂപ ചിലവാകും. പക്ഷേ ഇതിന് 3,000 രൂപ മാത്രമേ വിലയുള്ളൂ. 8 കിലോയും 10 കിലോയും 2 മുതൽ 3 കിലോ വരെ വിളവ് ലഭിക്കും. ഞങ്ങൾക്ക് മാത്രമാണ് ഗുണം ലഭിക്കുന്നത്. ഈ ജൈവരീതി 5 വർഷത്തിനുള്ളിൽ നന്നായി വന്നിട്ടുണ്ട്. കാരണം ഈ ജൈവരീതി നനച്ചതിനുശേഷം ഉപയോഗിക്കണം. എല്ലാവരും ജൈവമരുന്നിലേക്ക് മാറണം. വിളവും കുറവാണ്.